അതുപോലെ തന്നെ ചൂണ്ടി കഴിഞ്ഞു. ചൂണ്ടിയിലെ ബ്ലോക്കൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അത് കഴിഞ്ഞു. ആ ബ്ലോക്ക് കഴിഞ്ഞ് വന്ന് അടുത്ത ബ്ലോക്കിലേക്ക് കയറിയിട്ടാ. ഇതാണ് അടുത്ത ബ്ലോക്ക്. ഇതെവിടെയാണെന്ന് അറിയാമോ? അശോകപുരം, കൊച്ചിൻ ബാങ്ക് ജംഗ്ഷൻ എന്ന് പറയും. ഇനി ഇവിടെ നിന്ന് കടന്നു കിട്ടാൻ എത്ര സമയം വേണമെന്നറിയാമോ? നിങ്ങളൊന്ന് ആലോചിക്കണം. എല്ലാവരും, ഇവിടെയുള്ള ആൾക്കാരായാലും ആരായാലും എല്ലാവരും ഇതിനെതിരെ ശക്തമായൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മനുഷ്യനിക്ക് ആകെ കിട്ടുന്നത് കുറച്ച് സമയമാണ്. ഈ കുറച്ച് സമയത്തിനുള്ളിൽ അവൻ്റെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവനാണെങ്കിൽ അവനിക്ക് CC അടക്കാനുണ്ട്. അവനതിന് വേണ്ടിയിട്ടാണ് പായണത്. ബസ്സുകാർ അവരുടെ അന്നത്തെ ദിവസം കറക്റ്റ് ചെയ്യാനാണ് അവർ പായണത്. അതുപോലെ ജോലിക്ക് കൃത്യസമയത്ത് എത്താൻ വേണ്ടി പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ ഫുഡ് ഡെലിവറി ബോയ്സുകൾ 2 വീലറായിട്ട് അവർ പോകുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിൽ ഇതിൻ്റെ ഇടയിൽ കൂടി ലോറിയും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ മനുഷ്യരുടെ നിത്യ ആവശ്യങ്ങൾക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോ ദിവസവും രാവിലെ വണ്ടി എടുത്ത്, എല്ലാ വണ്ടികളും CC ആണ്. ഈ CC അടക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും കൃത്യമായിട്ട് അതിൻ്റേതായൊരു ബെനിഫിറ്റ് കിട്ടിയാലാണ് ഇതെല്ലാം കൃത്യമായി പാലിച്ചു പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഒരാൾ ഒരു വണ്ടിയും എടുത്ത് റോട്ടിലേക്ക് വന്നാൽ അയാൾക്ക് അന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഞെരുങ്ങി തീർക്കേണ്ടി വരും. അപ്പോൾ ഇത് ഈ നമ്മുടെ എറണാകുളം ജില്ലയിൽ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളിലും ഈ അവസ്ഥ ഇങ്ങനെ നിൽക്കുകയാണ്. റോഡിന് വീതിയില്ല, 2 സൈഡുകളിലും കടകളും, അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടി ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഞെരുങ്ങി പോണവൻ അതിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അടുത്ത വണ്ടീനെ പോയി തട്ടും. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആ വണ്ടിക്കാരായിട്ട് പ്രശ്നമാവും. ആംബുലൻസുകാരൻ ആരോഗ്യം അങ്ങോട്ട് പോയിട്ടും ഉണ്ടാവും. കാരണം ആംബുലൻസുകാരൻ്റെ ആയിരിക്കും. ഒരിക്കലും ഇതുപോലെ പാഞ്ഞു വന്ന് എൻ്റെ വണ്ടിയുടെ ബാക്കിൽ തട്ടി, അവൻ പോയി. കാശ് പോയതാരുടെ? നമ്മുടെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ചിലർ കണ്ണടച്ച് പോകും, ചിലർ പ്രതികരിക്കും. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ജനങ്ങൾ ഈ പറഞ്ഞ പോലെ കുഴിമന്തിയും അൽഫാമും ഒക്കെ കഴിച്ചിരിക്കുമ്പോൾ ആ എനർജി കൊണ്ടിട്ട് കുറച്ച് സംസാരിക്കാൻ പഠിക്കണം. ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും തെറി പറയാൻ, കുറ്റം പറയാൻ അല്ലാതെ ആരും ഒരു പ്രതികരണം നടത്തുന്നില്ല. അപ്പോൾ അവനവൻ്റെ ജീവിത മാർഗത്തിന് വേണ്ടി എല്ലാവരും കൂടി പ്രതികരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.